കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രതിസന്ധി. മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം നിലച്ചേക്കും. കോടികളുടെ കുടിശ്ശികയാണ് മരുന്ന് വിതരണക്കാർക്ക് നൽകാനുള്ളത്. പണം ലഭിച്ചില്ലെങ്കിൽ വിതരണം നിർത്തുമെന്നാണ് മുന്നറിയിപ്പ്. സർക്കാരിൽ നിന്ന് പണം ലഭിക്കാത്തതുകൊണ്ടാണ് കുടിശ്ശിക തീർക്കാത്തതെന്ന് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം. പൂർണ്ണമായും നിർത്തേണ്ട സാഹചര്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ 100 സാധനം ചോദിച്ചാൽ 1-2 സാധനം കൊടുക്കാൻ എൻ്റെ കയ്യിൽ സ്റ്റോക്കുള്ളൂ. ഒരു സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ള ഒരു വലിയ എമൗണ്ട് കിട്ടിയപ്പോൾ ആ പൈസ വെച്ചിട്ട് വീണ്ടും ചെയ്തു. അന്ന് എനിക്ക് 3 കോടി രൂപ കിട്ടാണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അത് 4.85 3 കോടി ചെല്ലാനുണ്ടായിരുന്നു. ഇന്നത് 4.85 കിട്ടാനുണ്ട്. 4 കോടി 85. 1 കോടി ICICI ബാങ്ക് ഓടി തന്നു, കോർപ്പറേറ്റ് ലോൺ എന്ന് പറഞ്ഞിട്ട്. അതും ഞാനെടുത്തു. ഇപ്പോൾ അതും തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇപ്പോൾ നമ്മളെ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ 2024 തൊട്ടുള്ള കുടിശ്ശികകൾ നമുക്ക് തരാനുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു കോഴിക്കോട് നിന്നും. അഭിജിത്ത്, കഴിഞ്ഞ ഓഗസ്റ്റ് മുതലുള്ള കുടിശ്ശിക ഈ വിതരണക്കാർക്ക് കിട്ടാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 10 മാസത്തോളമൊക്കെ കുടിശ്ശിക കിട്ടിയില്ലെങ്കിൽ പിന്നെ അവരെങ്ങനെയാണ് പ്രവർത്തിക്കുക? അവർ ചോദിക്കുന്ന ചോദ്യം സ്വാഭാവികമായി തന്നെയാണ്. പക്ഷേ ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതെന്തുകൊണ്ടാണ് ഇവർക്ക് ഈ പണം കൊടുക്കാൻ കഴിയാത്തത്? റോഷ്നി, മലബാറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. കോഴിക്കോട്ടുള്ള രോഗികൾ കൂടാതെ മലപ്പുറത്ത് നിന്നും വയനാട്ടിൽ നിന്നും രോഗികൾ ഇവിടേക്ക് എത്താറുണ്ട്, ചികിത്സ തേടാറുണ്ട്. അതും വളരെ പാവപ്പെട്ട താഴേക്കിടയിലുള്ള രോഗികളാണ് കൂടുതലായും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത് നമുക്കറിയാം. അവിടെയാണ് ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരിടക്കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് വിതരണം നിലച്ചതും പിന്നാലെ രോഗികൾ വലിയ ബുദ്ധിമുട്ടിലായതും വാർത്തയായതാണ്. അതിനു പിന്നാലെയാണ് സർക്കാർ ഒരിടപെടൽ നടത്തുന്നതും കുറച്ച് പൈസ പണം ഈ മരുന്ന് വിതരണക്കാർക്ക് നൽകുന്നതും പിന്നീട് വീണ്ടും ഈ മരുന്ന് വിതരണക്കാർ പുനരാരംഭിക്കുന്നതും. ഇപ്പോൾ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിച്ചത് ആ ബൈറ്റിലുള്ളത് മരുന്ന് വിതരണക്കാരനായ അജിത് കുമാർ എന്നയാളാണ്. അദ്ദേഹത്തിന് തന്നെ കോടികളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മരുന്ന് വിതരണം ചെയ്ത വകയിൽ ലഭിക്കാനുള്ളത്. കഴിഞ്ഞ 10 മാസത്തോളം ഇദ്ദേഹത്തിന് മരുന്ന് വിതരണം ചെയ്ത വകയിൽ കുടിശ്ശികയുണ്ട്. അത് കോടികളുമാണ്. ഇത് ഇദ്ദേഹത്തിൻ്റെ മാത്രം അവസ്ഥയാണ്. ഇങ്ങനെ നിരവധി പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മരുന്ന് വിതരണം ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ നേരിടുന്നത് സമാനമായ സ്ഥിതിവിശേഷമാണ്. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഇവർ മരുന്ന് വിതരണം ചെയ്യുന്നില്ല എങ്കിൽ ന്യായവില മെഡിക്കൽ ഷോപ്പ് വഴിയുള്ള മരുന്ന് വിതരണം അവതാളത്തിലാകും. ഈ ന്യായവില മെഡിക്കൽ ഷോപ്പിനെ ആശ്രയിക്കുന്നത് പാവപ്പെട്ടവരാണ്. അവർക്ക് മരുന്ന് ലഭിക്കാതെ വരും. അവർ പുറത്തുനിന്ന് മരുന്ന് വാങ്ങേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അങ്ങനെയാകുമ്പോൾ ഭീമമായ തുക മുടക്കിയാണ് പലപ്പോഴും അവർക്ക് പുറത്തുനിന്ന് മരുന്നുകൾ വാങ്ങേണ്ടി വരുന്നത്. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ കാര്യത്തിലും സമാനമായ സാഹചര്യമാണ്. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വരവും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് നിലയ്ക്കുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന സാഹചര്യമുണ്ടാവും. സ്വാഭാവികമായും സ്വകാര്യ ആശുപത്രികളെ ഉൾപ്പെടെ ഈ രോഗികൾക്ക് ആശ്രയിക്കേണ്ട സ്ഥിതി വരും. അങ്ങനെ ഇരിക്കുമ്പോഴും വലിയ ബുദ്ധിമുട്ടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതിലിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഒരു വിശദീകരണം എന്നുള്ളത് സർക്കാരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ഈ മെഡിക്കൽ കോളേജിന് ലഭിക്കാനുണ്ട്. ഏതാണ്ട് 200 കോടിയിലധികം രൂപ പല ഇനങ്ങളിൽ നിന്നായി മെഡിക്കൽ കോളേജിന് ലഭിക്കാനുണ്ട്. ഈ പണം ലഭിച്ചെങ്കിൽ മാത്രമേ മരുന്ന് വിതരണക്കാർക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു വിശദീകരണമാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്നത്. ഏതായാലും സർക്കാരിന് ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവർക്ക്, അതായത് മെഡിക്കൽ കോളേജുകാർക്ക് കൊടുക്കേണ്ട പണം കൊടുത്തു തീർക്കുകയാണെങ്കിൽ അവർക്കത് വിതരണക്കാർക്ക് നൽകാൻ കഴിയും. അങ്ങനെയെങ്കിൽ വിതരണക്കാർക്ക് സ്റ്റോക്ക് എടുക്കാൻ കഴിയും. മരുന്നുകൾ യഥാക്രമം മെഡിക്കൽ കോളേജിലേക്ക് വിതരണം ചെയ്യാനും കഴിയും. അല്ലെങ്കിൽ കാത്തിരിക്കുന്നത് വലിയ ദുരിത കാഴ്ചയായിരിക്കും. കഴിഞ്ഞ ഏതാണ്ട് 5 മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സമാനമായ സാഹചര്യം നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു രീതിയിലേക്ക്, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കണമെങ്കിൽ സർക്കാരിന്റെ കൃത്യമായ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാകേണ്ടതുണ്ട്. റോഷ്നി, തീർച്ചയായും അഭിജിത്ത് പറഞ്ഞതുപോലെ കൃത്യമായ ഇടപെടൽ അത് കൃത്യമായ സമയത്ത് തന്നെ ഉണ്ടാവണമെന്നുള്ളതാണ്.